ഇന്ന് പ്രസ് ട്യൂബുമായി നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ഇവിടെ ഉണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഓക്കെ, ഉഷാറാണല്ലോ അല്ലേ? തീർച്ചയായും. പിന്നെന്താ, തുടങ്ങിയാലോ? നേരിട്ട് രാജ്യത്ത് നിൽക്കല്ലേ, നമ്മൾ ഉഷാറായിട്ട് നിൽക്കണ്ടേ? പിന്നല്ല, തുടങ്ങാം. അപ്പോൾ തുടങ്ങട്ടെ. ഈ സേതു, ഈ പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് 8 ദിവസം കഴിയുന്നു. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വീട്ടിലൊക്കെ വലിയ ഉന്നതതല യോഗം ഉണ്ടായിരുന്നു. യോഗങ്ങളുടെ ഒരു ബഹളമാണ് ഡൽഹിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്തയും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അത് മാത്രമല്ല, ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ എല്ലാം തലക്കെട്ടുകൾക്കെല്ലാം ഏതാണ്ട് ഒരേ സ്വഭാവമാണ്. അതിൻ്റെ കാരണം ഈ യോഗത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. അതായത് ആ യോഗത്തിൻ്റെ പ്രാധാന്യത്തിൽ വാർത്ത ഇങ്ങനെയാണ്: സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം, തിരിച്ചടിക്ക് പച്ചക്കൊടി. അതായത് ഇതുമായി ബന്ധപ്പെട്ട് 8 ദിവസം കഴിഞ്ഞിട്ടും ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ് സർക്കാർ. അതിൻ്റെ തീരുമാനങ്ങളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ആ വാർത്തകളാണ് ഏറ്റവും പ്രധാനവും. അത് ഞാൻ ആ ഹെഡിങ്ങൾ, അതായത് ഈ ഒരേ വാർത്തയ്ക്ക് പല രൂപത്തിലല്ല, ഒരേ വാർത്ത തന്നെ ആയതുകൊണ്ടും വലിയ വാർത്ത ഒന്നായതുകൊണ്ടും പത്രങ്ങളെല്ലാം ഏതാണ്ട് ഒരേ രൂപത്തിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചെറിയ പത്രങ്ങളും തുടങ്ങാം. സിറാജാണ് പൂർണ്ണ സ്വാതന്ത്ര്യം, തിരിച്ചടിക്ക് പച്ചക്കൊടി എന്ന് സിറാജിൻ്റെ തിരിച്ചടി സൈന്യം തീരുമാനിക്കുമെന്നാണ് വീക്ഷണം പറയുന്നത്. സേന തീരുമാനിക്കുമെന്ന് മാധ്യമം പറയുന്നു. അതോടൊപ്പം തന്നെ ഭീകരാക്രമണത്തിന് മറുപടി സൈന്യത്തിന് തിരിച്ചടിക്കാമെന്നാണ് സുപ്രഭാതം പറയുന്നത്. അതുമാത്രമല്ല, ഇനി ദേശാഭിമാനി പറയുന്നത് വലിയ വാർത്തയാണ്. ദേശാഭിമാനി അത് ഒന്നാം പേജിൽ ഏറ്റവും ടോപ്പ് വാർത്തയാണ്. എപ്പോൾ, എവിടെ, എങ്ങനെ സൈന്യത്തിന് വിട്ടു എന്നാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സൈന്യത്തിന് തീരുമാനിക്കാമെന്നുള്ള അതേ തീരുമാനം തന്നെ എപ്പോൾ, എവിടെ, എങ്ങനെ എന്നുള്ളത് സൈന്യത്തിന് വിട്ടു എന്നാണ്. കേരളകൗമുദി പറയുന്നത് ആക്രമിക്കാൻ അനുമതി എന്നാണ്. സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രധാനമന്ത്രി. ഭീകരർ ഉടൻ പിടിയിലായേക്കും എന്നൊരു വരി കൂടി കേരളകൗമുദി അതിനൊപ്പം ചേർക്കുന്നുണ്ട്. മാതൃഭൂമി പറയുന്നത് സൈന്യം തീരുമാനിക്കും എന്നാണ് മാതൃഭൂമി പറയുന്നത്. അങ്ങനെ തന്നെയാണ്. ഇനി ഈ വാർത്തയുടെ യഥാർത്ഥത്തിൽ ഈ വാർത്ത എങ്ങനെയാണ് പത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള അപ്പുറത്തേക്ക് പത്രങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ സേന തീരുമാനിക്കാം, തിരിച്ചടിക്കാം, ആക്രമിക്കാൻ അനുമതി, സൈന്യത്തിന് വിട്ടു എന്നെല്ലാം തലക്കെട്ട് കൊടുക്കുമ്പോഴും വാർത്ത കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം മനോരമ വളരെ മനോഹരമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വായിച്ച് തന്നെ പോകണം. കാരണം നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി സൈന്യം തിരിച്ചടിച്ചാൽ മതിയാകും എന്ന് പ്രധാനമന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി തിരിച്ചടിക്കുന്ന പ്രതീക്ഷ ഇരിക്കുകയാണ് ജനം എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ധാരണയാണ്. അതായത് സൈന്യത്തിന് തീരുമാനിക്കുക എന്നുള്ളതിനപ്പുറത്ത് യോഗത്തിൽ ധാരണ മാത്രമേ ആയിട്ടുള്ളൂ. ഈ അന്തിമ തീരുമാനം, അതായത് തിരിച്ചടിക്കുള്ള അന്തിമ തീരുമാനം നൽകുക കേന്ദ്ര ക്യാബിനറ്റാണ്. അത് വളരെ വ്യക്തമായിട്ട് മനോരമ ഒന്നാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് പത്രങ്ങൾ ഇന്ന് ദേശാഭിമാനി പറയുന്നത് കേന്ദ്ര മന്ത്രിസഭാ യോഗം ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യും എന്നുകൂടി പറയുന്നുണ്ട്. നേരെ മറിച്ച് മറ്റ് പത്രങ്ങൾ, മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്നത്, മാതൃഭൂമി ഞാൻ വായിക്കാം: തിരിച്ചടിക്കാം സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, തീരുമാനം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ. അതായത് ഞാൻ ഇത് വായിച്ചാൽ ഉടൻ തിരിച്ചടിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മനോരമയിലേക്ക് പോയാൽ അത് വാർത്ത ഞാൻ വ്യക്തമായി ഒന്നുകൂടി വായിക്കാം: പാകിസ്ഥാൻ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം, ലക്ഷ്യവും സമയവും രീതിയും സേനയ്ക്ക് നിശ്ചയിക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. ഇന്ന് രാവിലെ വീണ്ടും സുരക്ഷാ സമിതി യോഗം ചേരും. തിരിച്ചടി നീക്കങ്ങൾക്ക് അന്തിമ അംഗീകാരം നൽകുക ക്യാബിനറ്റിലാകും. 1999 കാർഗിൽ യുദ്ധത്തിന് മുമ്പ് ക്യാബിനറ്റ് അനുമതി നൽകിയിരുന്നു. നിയന്ത്രണ രേഖ മറികടക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇക്കുറി ഏത് തരത്തിലാണ് തിരിച്ചടി നീക്കമെന്നതിൽ വ്യക്തതയില്ല. അങ്ങനെ വളരെ വിശദമായി പറയുന്നുണ്ട് കാര്യങ്ങൾ. അതായത് ഉടനെ തിരിച്ചടി ഉണ്ട് എന്നുള്ളതല്ല, തിരിച്ചടിക്കാനുള്ള തീരുമാനത്തിൽ ഒരു ഏകദേശ ധാരണയാണ് ആയിട്ടുള്ളത്. അത് വളരെ വ്യക്തമായി മനോരമ പറഞ്ഞിട്ടുണ്ട്. അന്തിമ അംഗീകാരം നൽകുക കേന്ദ്ര ക്യാബിനറ്റ് കൂടിയാണെന്നും മനോരമ വ്യക്തമായി പറയുന്നുണ്ട്. അതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. അതിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്ത്യൻ എക്സ്പ്രസ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ഫ്രീഡം ടു ഫോഴ്സസ് എന്ന് പറയുന്ന ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒന്നാം പേജിലെ വാർത്ത. ഒപ്പം ആ വാർത്തയ്ക്കൊപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്: മോഹൻ ഭഗവത് RSSൻ്റെ അധ്യക്ഷൻ മേക്സ് റയർ വിസിറ്റ് ടു ദ PM's റെസിഡൻസ്. അതായത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു RSSൻ്റെ മേധാവി പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയി ഒരു ചർച്ച നടത്തുന്ന സാഹചര്യമൊന്നും ഇന്ത്യയിലില്ല. പക്ഷേ ആ ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായത്. RSSൻ്റെ മേധാവി ഇന്നലെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ മാരത്തോൺ ചർച്ചകളായിരുന്നു. ആ മാരത്തോൺ ചർച്ചകൾക്കിടയിൽ ഇദ്ദേഹവും അവിടെ പോയിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഇന്ത്യൻ എക്സ്പ്രസ് ഒന്നാം പേജിൽ ആ വാർത്ത നൽകിയിരിക്കും. അതൊരു വലിയ റിപ്പോർട്ടാണ്. സാധാരണഗതിയിൽ RSSൻ്റെ മേധാവിമാരും അങ്ങനെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോകുന്നതല്ല. മറ്റ് പത്രങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇംഗ്ലീഷ് പത്രങ്ങളുടെ ഉൾപേജിൽ, ടൈംസ് ഉൾപേജിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. മലയാള പത്രങ്ങളൊന്നും ആ വാർത്ത കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മനോരമയുടെ ഒന്നാം പേജിൽ മറ്റൊരു വാർത്ത, മനോരമ തന്നെയാണ് ഇന്ന് സ്കോർ ചെയ്തിട്ടുള്ളത്. അതങ്ങനെ തന്നെ പറഞ്ഞു പോകണം. ഹൈക്കോടതി വിധിയാണ് ഇത്. വിധി ഞാൻ വായിക്കാം.
വിവാഹവേളയിലെ സ്വർണവും പണവും വധുവിൻ്റെ സ്വന്തം, അതാണ് ഹെഡിങ്. ഇതൊരു വിവാഹമോചന കേസാണ്. വിവാഹമോചന കേസിന് എന്താണെന്ന് അതിന് തുടർച്ചയായിട്ട് ഞാൻ ആ വാർത്ത ഒന്ന് വായിച്ചു പോകാം, അപ്പോൾ വേഗം മനസ്സിലാകും. വിവാഹവേളയിൽ വധുവിന് കിട്ടുന്ന സ്വർണവും പണവും സ്ത്രീക്കുള്ള ധനമാണെന്നും അത് വധുവിൻ്റെ മാത്രം സ്വത്താണെന്നും ഹൈക്കോടതി. എല്ലാ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വിവാഹമോചന കേസുമായി കോടതിയിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായൊരു വിധിയാണിത്. ഇത് മാതൃഭൂമി അവരുടെ 11-ാം പേജിലും ഈ വാർത്ത നൽകിയിട്ടുണ്ട്. ഹിന്ദു 3-ാം പേജിൽ വളരെ വിശദമായി ആ വാർത്ത, ഒരുപക്ഷെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഏറ്റവും നന്നായി റിപ്പോർട്ട് ചെയ്തത് ഹിന്ദു ആണെന്ന് തോന്നുന്നു. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന്. ഞാനത് മനോരമ വാർത്ത ഒന്നുകൂടി വായിച്ചു പോകാം. ഹിന്ദുവും മാതൃഭൂമിയും മനോരമയുമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വധുവിന് കിട്ടിയ സാധനങ്ങൾക്ക് ലിസ്റ്റോ രേഖയോ ഇല്ലാത്തതിനാൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെന്നും ഗാർഹിക പീഡന, സ്ത്രീധന പരാതികളുടെയും വിവാഹമോചനത്തിൻ്റെയും ഘട്ടങ്ങളിൽ ഉടമസ്ഥത തെളിയിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി അത് കോടതികൾ മനസ്സിലാക്കി നീതി നടപ്പാക്കണം. അതായത് ഇതിന് തെളിവൊന്നുമില്ല, അപ്പോൾ സ്ത്രീകൾ കൊണ്ടുവരുന്ന സ്വർണത്തിനും ഒന്നും തെളിവില്ല എങ്കിൽ അത് സ്ത്രീകൾക്ക് അനുകൂലമായി ഒരു പരിഗണന നൽകാൻ കോടതികൾ ശ്രദ്ധിക്കണമെന്നും കൂടിയാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ സുപ്രധാനമായ വിധിയായിരിക്കും. തെളിവില്ലാത്തതിൻ്റെ പേരിൽ വിവാഹമോചന കേസുകളിൽ സ്വർണം തിരികെ ലഭിക്കാതെ പോയ എത്രയോ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു വിധിയായിട്ട് വേണം ഇതിനെ കാണാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. വിധിയുടെ വിശദാംശങ്ങൾ വളരെ വ്യക്തമായി മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പേജ് 12. അത് മാത്രമല്ല, ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം ഇന്നലെ കണ്ണൂരിൽ നടന്നൊരു ആത്മഹത്യ, അതായത് സ്ത്രീധനത്തിൻ്റെ പേരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും ജീവപര്യന്തം തടവും 1 ലക്ഷം പിഴയും ഇന്നലെ കൊല്ലത്ത് നിന്ന് സെഷൻസ് കോടതി വിധിച്ചിരുന്നു. അതായത് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയാണ് ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ. അതിനെക്കുറിച്ച് ആ വാർത്തയുടെ തുടർച്ചയെന്നോണമാണ് ഇങ്ങനൊരു വാർത്ത കൂടി വരുന്നത്, ഹൈക്കോടതി ഇടപെടുന്നത്, ഹൈക്കോടതിയുടെ വിധി ഉണ്ടാകുന്നത് എന്ന കൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ മനോരമ അത് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ഈ വിധിയിലെ താക്കീത് എന്നാണ് പറയുന്നത്. ആ വിധി വളരെ വിശന്നു വലഞ്ഞും ശരീരവും മനസ്സും നൊന്തും മരിച്ച തുഷാരയ്ക്കുള്ള ശ്രദ്ധാഞ്ജലി. ആ തുഷാരയുടെ നമ്മൾ ഇന്നലെ എല്ലാ പത്രങ്ങളും വലിയ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയാണത്. ഇന്നായിരുന്നു ആ വിധി ഉണ്ടായിരുന്നത്. തുഷാരയ്ക്കുള്ള മുന്നറിയിപ്പായും ഈ വിധി മാറുന്നു. തുഷാരയ്ക്ക് വേണ്ടിയുള്ള മുന്നറിയിപ്പായും ഈ വിധി മാറുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിൽ തുഷാരയെ പട്ടിണിക്കിട്ട് നരകയാതനയ്ക്ക് വിധിക്കുകയായിരുന്നു ഭർത്താവും ഭർത്തൃമാതാവും. അപ്പോൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വിവാഹവേളയിലെ സ്വർണവും പണവും വധുവിൻ്റെ സ്വന്തമെന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ വാർത്തകളിലൊന്ന്. അതിനനുബന്ധമായി കഴിഞ്ഞ ദിവസം നടന്ന ഒരു മരണത്തിൻ്റെ അതിനുശേഷമുള്ളൊരു വിധി, ആ വിധി കൂടി എഡിറ്റോറിയൽ പേജിലേക്ക് എഡിറ്റോറിയലായി മുഖപ്രസംഗമായി എഴുതുകയാണ് മനോരമ ചെയ്തിട്ടുള്ളത്. ഏറ്റവും നല്ല വാർത്തയായി കാണേണ്ടതുണ്ട്. മറ്റൊന്ന് നമുക്കറിയാം, ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് റാപ്പർ ഹിരൺദാസ് മുരളി. ആ പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ റാപ്പർ ഹിരൺദാസ് മുരളി ആരാണെന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ വേടൻ എന്ന പേരിൽ ലോകത്തെമ്പാടും മലയാളികൾക്ക് വളരെ സുപരിചിതനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ കഞ്ചാവ് 5-6 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയിരുന്നു. ആ പിടികൂടിയ കഞ്ചാവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ എടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് പിടിക്കാനോ കഴിയാത്തത് കൊണ്ടായിരിക്കും ഒരു പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ മാലയിൽ പുലിപ്പല്ലുണ്ടോ എന്ന് കണ്ടെത്തി വനംവകുപ്പിൻ്റെ വളരെ മനോഹരമായ സുപ്രധാനമായ കണ്ടെത്തലാണ്. ആ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ 2 ദിവസത്തേക്ക് വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പുലിപ്പല്ല് എവിടെ നിന്നാണ്, എങ്ങനെ വന്നു എന്നൊക്കെ തെളിവെടുക്കാനായിട്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ വിശദീകരണമൊക്കെ പറയുന്നുണ്ട്. അസൽ പുലിപ്പല്ലാണെന്ന് അറിഞ്ഞില്ല. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്നത്തെ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷപൂർവ്വമുള്ള വാർത്തകളൊന്നായിരുന്നു. പക്ഷേ പത്രങ്ങളൊക്കെ അത് ഉൾപേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ പിടികൂടി എന്നുള്ളതാണ്. അദ്ദേഹത്തെ പിടികൂടിക്ക് അപ്പുറം അദ്ദേഹത്തിന് 2 ദിവസം കസ്റ്റഡി, ഈ പുലിപ്പല്ല് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. മാലയിലെ ലോക്കറ്റിൽ പുലിപ്പല്ല് കണ്ടെത്തിയ കേസിൽ അറസ്റ്റിൽ ആയ മലയാളം റാപ്പ് ഗായകൻ വേടനെ മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, ഇത് എല്ലാ പത്രങ്ങളും നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനി അത് കുറച്ചും കൂടി മറ്റൊരു വാർത്തയുമായി ക്ലബ്ബ് ചെയ്യുന്നുണ്ട്. ആ വാർത്ത കൂടി പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹിരൺദാസ് മുരളി എന്ന പേര് കേൾക്കുമ്പോൾ വലിയ പരിചയമുണ്ടാവില്ല, ഒരുപക്ഷെ വേടൻ എന്ന് പേര് കേൾക്കുമ്പോൾ പരിചയമുണ്ടാകും. അതുപോലെ തന്നെയാണ് ദേശാഭിമാനിയുടെ 5-ാം പേജിൽ അത് 2 വാർത്തകൾ ഒന്നിച്ച് വെക്കുമ്പോഴാണ് ആ വാർത്ത, അല്ലെങ്കിൽ ഈ വാർത്തയുടെ ഒരു പ്രാധാന്യത്തിൻ്റെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വലിപ്പം, ഇതിൻ്റെ സാധ്യത എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്. കാരണം ഷീല സണ്ണി എന്നൊരു പേര് കൂടി നമ്മളുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടാവും. 2023 ഫെബ്രുവരി 27 ഷീല സണ്ണിയെ ലഹരിയുമായി പിടികൂടുന്നു. അവർ ദീർഘനാൾ ഏതാണ്ട് 70 ദിവസത്തോളം ജയിലിൽ കിടക്കുന്നു. ആ ജയിലിൽ കിടന്ന ശേഷം അതൊരു ഗൂഢാലോചനയായിരുന്നു എന്ന് തെളിയുന്നു. ഇപ്പോൾ ആ കേസിലെ പ്രതി
അതായത് ഷീല സണ്ണിയെ കുടുക്കിയ കേസിലെ പ്രതി നാരായൺ ദാസിനെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ 2 കേസുകൾ, അതായത് ഒരു ലഹരി കേസിൽ, കഞ്ചാവ് കേസിൽ ഒരു സ്ത്രീ പിടിയിലാകുന്നു, ആ സ്ത്രീ ദീർഘനാൾ ജയിലിൽ കിടക്കുന്നു, അതിനുശേഷം അവർ മോചിതയാകുന്നു, അവർ കുറ്റവിമുക്തിയാകുന്നു. ആ വാർത്ത കൂടി, അതിൻ്റെ ആ ഗൂഢാലോചന തെളിഞ്ഞു. അതിലെ കേസിലെ പ്രതി ഇന്നലെ കോടതിയിലെത്തുന്നു. ദേശാമനിയ തൊട്ടപ്പുറത്ത് തന്നെയാണ് വേടനെ കസ്റ്റഡിയിൽ വിട്ട വാർത്ത കൂടി വെക്കുന്നത്. ഒരു പക്ഷേ ദേശാമനിയ ചെയ്ത കാര്യം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്നുകൂടി ആയിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു പത്രങ്ങളെല്ലാം ഈ 2 വാർത്തകളെ പല രൂപത്തിലാണ് വിന്യസിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. വേടനെ കസ്റ്റഡിയിൽ വിട്ട് തെളിവെടുപ്പ് തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ഷീല സണ്ണിക്കെതിരെയുള്ള ഗൂഢാലോചന തെളിഞ്ഞു എന്നും കൂടി ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നു. അതാണ് ഈ വേടനുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഹിരൺദാസ് മുരളിയുമായി ബന്ധപ്പെട്ടും ഷീല സണ്ണിയുമായി ബന്ധപ്പെട്ടും ഉള്ള 2 കേസുകൾ. 2 കേസും വളരെ വ്യത്യസ്തമാണ്, 2 തലത്തിലുള്ളതാണ്. പക്ഷേ ഈ 2 കേസുകളെയും, അതായത് ഈ തെളിവെടുക്കാൻ വേണ്ടിയുള്ളൊരു അഭ്യാസം പോലീസ് നടത്തുന്നുണ്ട്. ഇന്നലെ വനംവകുപ്പ് നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് ഒരു ശ്രീലങ്കൻ ബന്ധമൊക്കെ, അമ്മ ശ്രീലങ്കൻ പൗരയാണ് എന്ന രൂപത്തിൽ ശ്രീലങ്കൻ ബന്ധമൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നുണ്ട്. ഇനി ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയിലേക്കോ അല്ലെങ്കിൽ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് തായ്ലൻഡിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം ഒരുപക്ഷെ വനംവകുപ്പ് ഉണ്ടാക്കിയേക്കാം. എന്തായാലും അതാണ് ആ വാർത്തയുടെ ഏറ്റവും വലിയ രസകരമായ കാര്യങ്ങളിലൊന്നും. പിന്നെ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ ഒരു പിടി ഉദ്യോഗസ്ഥർ, അതായത് ചീഫ് സെക്രട്ടറി അടക്കം വനം വകുപ്പിൻ്റെ മേധാവി അടക്കമുള്ള ഒരു പിടി ഉദ്യോഗസ്ഥർ ഇന്ന് വിരമിക്കുകയാണ്, റിട്ടയർ ചെയ്യുകയാണ്. അത് ആ വാർത്ത അവർ റിട്ടയർ ചെയ്യുന്നു എന്നുള്ളതല്ല വാർത്ത. റിട്ടയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 30 വർഷത്തോളം സർക്കാർ സർവീസിലുണ്ടായ ആളുകളാണ്. നമുക്കറിയാം, ചീഫ് സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു വലിയ വാർത്തയുണ്ടായിരുന്നത്. അതായത് ഒരു നിറത്തിൻ്റെ പേരിൽ ഒരു ഉന്നതൻ അവരെ അധിക്ഷേപിച്ചു എന്നൊരു വിവരം ഉണ്ടായിരുന്നു. വലിയ വാർത്തയായിരുന്നു. 1-2 ദിവസം എല്ലാവരും ആഘോഷിച്ചാണ്, പിന്നെ മറന്നുപോയി. ഇപ്പോൾ വീണ്ടും ചീഫ് സെക്രട്ടറി വിരമിക്കുമ്പോൾ ആ ഉന്നതൻ ആരാണ് എന്ന ചോദ്യം പല ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഇന്നലെ ചോദിച്ചിട്ടുണ്ട്. ആ ഉന്നതനെ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ചീഫ് സെക്രട്ടറി ഇന്നലെ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകറാണ്. നമുക്കറിയാം, KSRTCയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ എല്ലാ ദിവസവും മാധ്യമങ്ങൾ വഴി ചർച്ച ചെയ്യപ്പെട്ടു പോയതാണ്. അദ്ദേഹം പഴയൊരു കോൺഗ്രസ് നേതാവായ തച്ചടി പ്രഭാകരൻ്റെ മകനാണ്. ഈ ബിജു പ്രഭാകർ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ അദ്ദേഹം നേരിട്ട ആരോപണങ്ങൾ കോൺഗ്രസ് നേതാവിൻ്റെ മകനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സിവിൽ സർവീസ് കിട്ടിയതെന്നൊക്കെ അന്നത്തെ കാലത്ത്, ഇപ്പോഴത്തെ ആളുകൾക്ക് അത് ഓർമ്മയുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് വളരെ വിശദമായി ബിജു പ്രഭാകർ പറയുന്നു. രാഷ്ട്രീയ നേതാവിൻ്റെ മകനായത് നേട്ടമായില്ല എന്ന് ഇപ്പോൾ അദ്ദേഹം ഓർത്തെടുക്കുന്നത് കൂടി വളരെ വിശദമായി പറയുന്നുണ്ട്. മനോരമ മാതൃഭൂമിയൊക്കെ വളരെ വിശദമായി നൽകുന്നുണ്ട്. എന്തായാലും ഈ കാലത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനൊക്കെ സിവിൽ സർവീസിൽ വന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിക്കേണ്ട കാര്യം കൂടിയാണ്. ഏറ്റവും അവസാനമായ ഒരു കാര്യം കൂടി, മംഗളൂരുവിൽ ഇന്നലെ ഒരു മലയാളി യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നൊരു വാർത്ത കൂടിയുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയാകാൻ പോകുന്ന ഒന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും അതിനകത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് മനോരമ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. സുപ്രഭാതവുമാണ്. മറ്റ് പത്രങ്ങൾക്ക് ആ വാർത്ത കിട്ടിയില്ല എന്ന് തോന്നുന്നു. ആൾക്കൂട്ട ആക്രമണമാണ്, ഇപ്പോഴും അങ്ങനെ ഒന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കിടെയാണ് മംഗളൂരിൽ മലയാളി യുവാവാണ്, വയനാടുകാരനാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു ആ ആക്രമണത്തിൽ. അതൊരു പക്ഷേ ഇന്നത്തെ വലിയ വാർത്തയാകാൻ പോകുന്നതുകൊണ്ടുകൂടി ഞാൻ പറഞ്ഞു പോകുന്നു. സേതു.